ഇപ്പോൾ മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതയാണ് എലിസബത്ത് ഉദയൻ. ബാലയെ വിവാഹം കഴിച്ചതിനു ശേഷമാണ് എലിസബത്തിനെ കൂടുതൽ പ്രേക്ഷകർ അടുത്തറിയാൻ തുടങ്ങിയത്. തൻ്റെ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാറുള്ള എലിസബത്ത് ഒരിടയ്ക്ക് വെച്ച് ബാലയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളോ വീഡിയോകളോ ഒന്നും പങ്കുവെക്കാതെയായി. അതോടെയാണ് പ്രേക്ഷകർ ഇരുവരും തമ്മിൽ പിരിഞ്ഞുവെന്ന് സംശയിച്ചു തുടങ്ങിയത് തന്നെ. എന്നാൽ വേർപിരിഞ്ഞെന്നോ പിരിയാനുള്ള കാരണമോ ഇരുവരും പറഞ്ഞില്ല. ഇപ്പോൾ അടുത്തിടെയായി ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായാണ് എലിസബത്ത് രംഗത്തെത്തിയിരിക്കുന്നത്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ബാലയും ഉണ്ണി മുകുന്ദനും. ഷെഫീഖിൻ്റെ സന്തോഷം എന്ന ചിത്രത്തിൽ ബാലയെ ഉണ്ണി അഭിനയിപ്പിച്ചിരുന്നു. കേന്ദ്ര കഥാപാത്രങ്ങളിലൊന്നായാണ് ബാല എത്തിയിരുന്നത്. എന്നാൽ ഇതേ സിനിമ കാരണം തന്നെ ഇരുവരുടെയും സൗഹൃദത്തിലും വിള്ളൽ വീണു. സിനിമയിൽ അഭിനയിച്ചതിന് ഉണ്ണി മുകുന്ദൻ പ്രതിഫലം നൽകിയില്ലെന്നായിരുന്നു ബാലയുടെ ആരോപണം. ഇത് വലിയ രീതിയിൽ വൈറലായി മാറിയിരുന്നു. വലിയ വിവാദങ്ങളാണ് ഈ പ്രശ്നം സൃഷ്ടിച്ചത്. പ്രതിഫലവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിവാദങ്ങൾ കത്തിപ്പടർന്നപ്പോൾ അന്ന് ബാലയുടെ ഭാര്യയായിരുന്ന എലിസബത്തും ഉണ്ണിക്കും ചിത്രത്തിൻ്റെ ടീമിനുമെതിരെ രംഗത്തെത്തിയിരുന്നു. ഡബ്ബിംഗ് കാണാനെത്തിയ എലിസബത്തിൻ്റെ മാതാപിതാക്കളെ ഉണ്ണി മുകുന്ദൻ ഇറക്കിവിട്ടുവെന്നും അന്ന് എലിസബത്ത് പ്രതികരിച്ചു. ശേഷം എല്ലാത്തിനും തെളിവുകൾ നിരത്തി ഉണ്ണി മുകുന്ദൻ വാർത്താ സമ്മേളനവും നടത്തിയിരുന്നു. എന്നാൽ ബാല കരൾ രോഗം മൂർച്ഛിച്ച് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി ആശുപത്രിയിൽ കിടന്നപ്പോൾ ആദ്യം ഓടിയെത്തിയവരിൽ ഉണ്ണിയും ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലെന്നും ഉണ്ണിയുമായി പഴയ സൗഹൃദത്തിലാണെന്നും ബാല പറയുകയും ചെയ്തു. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ സത്യാവസ്ഥ വെളിപ്പെടുത്തുകയാണ് എലിസബത്ത്. തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു ഇതേക്കുറിച്ച് വെളിപ്പെടുത്തിയത്. ഉണ്ണി മുകുന്ദൻ്റെ പേരെടുത്ത് എലിസബത്ത് പറയുന്നില്ല. എന്നിരുന്നാലും അത് ഉണ്ണി മുകുന്ദനാണെന്ന് ഏവർക്കും മനസ്സിലാകും. ഒരു സിനിമാ നടൻ സാലറി കൊടുത്തില്ല എന്ന് പറഞ്ഞ് ന്യൂസും ചർച്ചയും ബഹളവും ഉണ്ടാക്കിയിരുന്നു. അതിൽ ക്ലാരിഫിക്കേഷൻ തരണമെന്നുണ്ട്. ആൾക്കാരുടെ പേര് പറയുന്നില്ല, കാരണം അവരത് കോംപ്രമൈസ് ആക്കിയോ എന്നെനിക്കറിയില്ല. ഈ സിനിമയുടെ ഓഫർ വന്നപ്പോൾ പുള്ളിക്ക് ടൈഫോയിഡിൻ്റെ തുടക്കമായിരുന്നു. ഒരു ദിവസത്തെ സാലറി 1 ലക്ഷമാണെന്ന് ബാല എന്നോട് പറഞ്ഞിരുന്നു. 30 ദിവസത്തെ ഷൂട്ടാണ് അന്ന് പറഞ്ഞിരുന്നത്. ഷൂട്ടിങ്ങിനിടെ പുള്ളിക്ക് തീരെ വയ്യാതെയായി ആശുപത്രിയിലായിരുന്നു. ഹോം നഴ്സിനെ പോലെയാണ് എന്നെ കൊണ്ടുപോയതെന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നു. സ്നേഹം കൊണ്ടാണെന്ന് അന്ന് ഞാൻ കരുതി. ഷൂട്ടിങ്ങിൻ്റെ അവസാനം സെലിബ്രേഷന് സമയമായപ്പോൾ എന്നോട് എൻ്റെ വീട്ടിൽ പൊയ്ക്കോളാൻ പറഞ്ഞു. സാലറിയുടെ കാര്യം സംസാരിച്ചിരുന്നു. പുള്ളി ഇത്തിരി ടൈറ്റിലാണ്. പ്രതിഫലം ഷൂട്ടിംഗ് കഴിഞ്ഞ് തരാമെന്നാണ് പറഞ്ഞതെന്ന് എന്നോട് പിന്നെ വന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് താമസിക്കാൻ സ്യൂട്ട് റൂമും നല്ല ഭക്ഷണവുമൊക്കെ പ്രൊഡക്ഷൻ അറേഞ്ച് ചെയ്തിരുന്നു. ഞാൻ ഇത്ര വലിയ നടനല്ലേ, അതൊക്കെ അറേഞ്ച് ചെയ്യേണ്ടി വരും. ഇതിലൊന്നും കോംപ്രമൈസ് ഇല്ല എന്നാണ് തന്നോട് ബാല പറഞ്ഞതെന്നും എലിസബത്ത് പറഞ്ഞു. ഡബ്ബിങ്ങിന് പോകുമ്പോഴേക്കും എനിക്ക് വയ്യാതെയായി. പുള്ളി വയ്യാതെയാണ് പോയത്. ഫുൾ ടൈമും കള്ളും കുടിച്ച് ബാഗിൽ കുപ്പിയുമൊക്കെയാണ് ഈ പരിപാടിക്ക് പോകുന്നത്. എനിക്ക് ന്യൂമോണിയ വന്നു. ഡബ്ബിങ് കഴിഞ്ഞ് 6 മാസം അവിടെ ഞാൻ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ കോണ്ടാക്റ്റ് തുടങ്ങി. തിരിച്ചു പോയ സമയത്ത് സിനിമയുടെ റിലീസാണ്. അന്ന് ഈ നടനോട് പുള്ളി നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്. ക്യാഷ് കൊടുക്കാത്ത പ്രശ്നമൊന്നും റിലീസ് വരെ പറഞ്ഞില്ല. പെട്ടെന്നൊരു ദിവസം മീഡിയക്കാരെ വിളിച്ച് കാശ് കൊടുത്തില്ല എന്ന് പറഞ്ഞു. അതിനു മുൻപൊരിക്കൽ കാശ് ചോദിച്ച് വിളിച്ചപ്പോൾ ഞാൻ അവിടെയുണ്ട്, ഇങ്ങേര് കാശ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു. എന്നെക്കൊണ്ടും സംസാരിപ്പിച്ചു. ശരിയാക്കാം സിസ്റ്റർ, പുള്ളിക്ക് ഫോൺ കൊടുക്കെന്ന് നടൻ പറഞ്ഞു. പിന്നെ അവർ സംസാരിച്ചു. അത് കഴിഞ്ഞാണ് മീഡിയയ്ക്ക് മുന്നിൽ ബാല ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും എലിസബത്ത് വ്യക്തമാക്കി. നടൻ പണം നൽകിയ ശേഷം തന്നെ തെറ്റിദ്ധരിപ്പിച്ച് പണം നൽകിയില്ലെന്ന് വീഡിയോയിൽ പറയിപ്പിച്ചെന്നും എലിസബത്ത് വെളിപ്പെടുത്തുന്നുണ്ട്. സിനിമയുടെ ലൈൻ പ്രൊഡ്യൂസറെ ഗുണ്ടകളെ വിട്ട് മർദ്ദിച്ചാണ് ഒടുവിൽ പണം വാങ്ങിയതെന്ന് തനിക്ക് അറിയാൻ കഴിഞ്ഞതെന്നും എലിസബത്ത് പറയുന്നു. 2022 പ്രശ്നങ്ങൾക്ക് കാരണമായ ഷെഫീഖിൻ്റെ സന്തോഷം എന്ന സിനിമ റിലീസ് ചെയ്യുന്നത്. പിന്നാലെ എലിസബത്തിനെ പ്രശംസിച്ചും നിരവധി പേർ രംഗത്തെത്തി. ബാലയ്ക്കൊപ്പം കൂടി എലിസബത്തിനെയും എല്ലാവരും തെറ്റിദ്ധരിച്ചുവെന്നും എന്നാൽ ഇപ്പോൾ പഴയ കാര്യങ്ങളൊന്നും മനസ്സിൽ വെക്കാതെ തുറന്നു പറയുന്നത് പ്രശംസയ്ക്ക് അർഹമാണെന്നും ആളുകൾ എലിസബത്തിന് കമൻറ്റിൽ കൂടിയും ആശംസകളും അറിയിക്കുന്നുണ്ട്.